പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ജോസപ്പച്ച, ബഹുമാനപ്പെട്ട ബ്രദർ ജോയൽ, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റേഴ്സ്, അൾത്താര ശുശ്രൂഷകൻ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമുക്ക് ഭക്തിയോടെ ബലിയർപ്പിക്കാം. ഇന്ന് 23-ാം തീയതി, 2 ദിവസം കൂടി നമുക്ക് ക്രിസ്മസിന് ഉണ്ട്. നമുക്ക് ഈ 3 ദിവസം 23, 24, 25 നമ്മുടെ ത്രിദിന ശുശ്രൂഷകൾ നമുക്ക് പതിവുള്ളൊരു രീതിയാണ്. അതുകൊണ്ട് ഈ 3 ദിവസം, ഇനിയിപ്പോൾ 25 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല, വിഷമിക്കണ്ട. 25 ദിവസം വെറുതെ കളഞ്ഞു, സാരില്ല. ഇനി കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾ, ഇനിയിപ്പോൾ അവസാനത്തെ 3 ദിവസം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക, കൂടുതൽ അനുഗ്രഹവും. അവസാന മണിക്കൂറുകളിൽ ഓടി വന്നിട്ടുള്ളവർക്കും രക്ഷ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ധൂർത്തപുത്രനൊക്കെ അവസാനം ഓടി വന്ന് രക്ഷപ്പെട്ട് കയറിയ ആളാണ്. നല്ല കള്ളൻ അവസാനം ഒരൊറ്റ വാക്കുകൊണ്ട്, ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് കയറിപ്പോയ ഒരാളാണ്. അപ്പോൾ അനുഗ്രഹം കിട്ടാനാണെങ്കിൽ, ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടാനാണെങ്കിൽ ഈ 3 ദിവസം മതി. പക്ഷേ നന്നായിട്ട് സ്കോർ ചെയ്യണം, കുറച്ചുകൂടി കൂടുതൽ അധ്വാനിക്കണം. കാരണം കുറേ മുന്നേ അധ്വാനിച്ച് കയറി മുൻപന്തി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ പരിഗണിച്ചതിന് ശേഷമല്ലേ നമ്മളെ പരിഗണിക്കുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ നമുക്ക് ഈ ബലിയർപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇന്നും നാളെയും മറ്റന്നാൾ നമുക്ക് കുർബാന കടമുള്ള ദിവസമാണല്ലോ. അപ്പോൾ ഇന്നും നാളെയും കൂടി ശ്രദ്ധാപൂർവം ബലിയർപ്പിക്കാമെന്ന് ഉള്ളിലൊരാഗ്രഹം ഉണ്ടാകട്ടെ. ക്രിസ്മസ് ഗിഫ്റ്റ് ഈശോയോട് ചോദിക്കുക, ഈശോയെ എനിക്കൊരു ഗിഫ്റ്റ് തരണമേ. ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ ചോദിച്ചാൽ മാത്രം പോരല്ലോ, എന്തേലും ഒന്ന് കൊടുക്കണ്ടേ. എന്തേലും അത് കൊടുക്കുക. ഈശോയോട് കുറച്ച് സ്നേഹം കൊടുക്കുക, കുറച്ച് ഭക്തി കൊടുക്കുക, കുറച്ച് കൈകൂപ്പി പിടിക്കൽ അത് കൊടുക്കുക, കുറച്ച് മുട്ടുകുത്തി നിൽക്കുന്ന കൊടുക്കുക, കുറച്ച് പ്രാർത്ഥനകളിങ്ങനെ കുർബാനയോടൊപ്പം ഉരുവിടുന്നത് അത് കൊടുക്കുക, ഗാനങ്ങൾ പാടുന്നത്, അങ്ങനെ കുറച്ച് ശ്രദ്ധ, സ്നേഹം അതൊക്കെ കൊടുക്കുക. അപ്പോൾ ഈശോ നമ്മളെ പരിഗണിക്കും. നമുക്ക് ഈ ബലിയർപ്പണത്തിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, മാംസം ധരിച്ചുകൊണ്ടുള്ള അങ്ങേ പുത്രൻ്റെ ജനനം ആസന്നമായിരിക്കുന്നു എന്നറിയുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കന്യകാമറിയത്തിൽ നിന്ന് മാംസം ധരിക്കാനും ഞങ്ങളുടെ ഇടയിൽ വസിക്കാനും തിരുവുള്ളമായ ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവാകുന്ന വചനം അങ്ങേ അയോഗ്യദാസരായ ഞങ്ങളിൽ കാരുണ്യം ചൊരിയുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇതാ, എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടി ദൂതനിതാ വരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവിപുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. അപ്പോൾ യൂദായുടെയും ജെറുസലേമിൻ്റെയും ബലി പഴയ കാലത്തെന്ന പോലെ കർത്താവിന് പ്രീതികരമാകും. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ശിരസുയർത്തി നിൽക്കുവിൻ, ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. ശിരസുയർത്തി നിൽക്കുവിൻ, ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും.
ശിരസുയർത്തി നിൽക്കുവിൻ. ശിരസുയർത്തി നിൽക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജനങ്ങളുടെ രാജാവും സഭയുടെ മൂലക്കല്ലുമായ കർത്താവേ, മണ്ണുകൊണ്ട് അങ്ങ് ചമച്ച മനുഷ്യനെ രക്ഷിക്കാൻ വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്നവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്ത് പലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈ സുവിശേഷം ഞങ്ങൾ നമ്മുടെ പാപങ്ങൾ ഈശോയിൽ സ്നേഹമുള്ള ജോസപ്പച്ച, പ്രിയ ബ്രദർ ജോയൽ, പ്രിയ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവാനുഗ്രഹം ആശംസിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ എന്ന പേര് ഇടുന്നതിനെക്കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. എന്തൊരു നിർബന്ധമാണ് ആ പേരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യമാണ്. അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബന്ധുക്കൾ സക്കറിയ എന്ന പേര് തന്നെ കൊടുക്കാനായിട്ട്, അല്ല അപ്പൻ്റെ പേര് തന്നെ ഇടുക, അതാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്കറിയില്ലല്ലോ, ഈ ദൈവഹിതം വെളിപ്പെടുത്തിയ കാര്യമൊന്നും അവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എലിസബത്ത് പറയുന്നുണ്ട് അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. ഇനി സംസാരിക്കാൻ കഴിവ് നഷ്ടപ്പെട്ട സക്കറിയ എഴുത്ത് പലക വരുത്തി അതിൽ യോഹന്നാൻ എന്ന പേര് പറയുന്നു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിശുദ്ധരുടെ പേരുകൾ അല്ലെങ്കിൽ ചില പേരുകൾ ഇടുന്നതിന് അത് ദൈവം തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്, അതിന് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം യാഹ്വേ ഹനാൻ. അത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ യോഹന്നാൻ യാഹ്വേ ഹനാൻ, കർത്താവ് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ അത് വിവരിക്കുന്നുണ്ട്. കർത്താവ് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നർത്ഥമുള്ള യോഹന്നാൻ എന്ന പേര്. ബൈബിളിൽ
അബ്രാം എന്നുള്ള പേര് അബ്രഹാം എന്ന് മാറ്റിക്കൊടുത്തത് ദൈവമാണ്. അത് ഉൽപ്പത്തി 17-5 അബ്രാം എന്നുള്ള പേര് അബ്രഹാം എന്ന് മാറ്റിക്കൊടുത്തത്. യാക്കോബ് എന്ന പേര് ഇസ്രായേൽ എന്ന് മാറ്റിക്കൊടുത്തത് ദൈവമാണ്. പുതിയ നിയമത്തിൽ ലേവി എന്ന പേര് മത്തായി എന്ന് മാറ്റിക്കൊടുത്തു. ശിമയോൻ എന്ന പേര് പത്രോസ് എന്ന് മാറ്റിക്കൊടുത്തു. സാവൂൾ പിന്നീട് പൗലോസായി മാറി. നമുക്കറിയാം 1 സാമുവേൽ 1-20 ഇങ്ങനെ പറയുകയാണ്, ഹന്ന ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് സാമുവേൽ ഉണ്ടായത്. 20 പറയും, ഞാൻ അവന് കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനൊക്കെ വലിയ അർത്ഥമാണ്. ഇനി ഇമ്മാനുവൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. ഇനി മിശിഹ എന്ന വാക്ക്, ഈശോ മിശിഹ, അത് മിശിഹ എന്നത് ഹീബ്രു ഭാഷയിലും ക്രിസ്തു എന്നത് ഗ്രീക്ക് ഭാഷയിലും ഇതിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ് അർത്ഥം. അനോയിൻറ്റിങ് ചെയ്യപ്പെട്ടവൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അപ്പം മിശിഹ, ഈശോ മിശിഹ അത് തന്നെയാണ്. അത് ഹീബ്രു ആണെങ്കിൽ യേശു ക്രിസ്തു എന്നത് അതിൻ്റെ ഗ്രീക്ക് പ്രയോഗമാണ്. രണ്ടും ഒന്ന് തന്നെയാണ് അർത്ഥം. ഇനി അരമായ ഭാഷയിൽ യശുവ, അത് യേശുവാണ്. യശുവ അതിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്, യശുവ. ഇനി ഹീബ്രു ഭാഷയിൽ അത് യഹോശുവ അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്, ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ യേശു എന്ന പേരിടണം എന്ന് നിഷ്കർഷയുണ്ടായിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1 മറിയത്തോട് പറയുകയാണ്, നീ അവന് യേശു എന്ന പേരിടണം. 1:31 അത് ലൂക്ക 2:21 മറിയം അവന് യേശു എന്ന പേരിട്ടു. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ യൗസപിതാവിനോട് പറയുന്നത് 1:21 യേശു എന്ന പേരിടണം. 25 എത്തുമ്പോൾ യേശു എന്ന പേരിട്ടു. അപ്പം അങ്ങനെയാണ്. ഇനി ഇന്നത്തെ യോഹന്നാൻ എന്ന പേര് ലൂക്ക 1:13 യോഹന്നാൻ എന്ന പേരിടണം എന്ന് പറഞ്ഞു. എലിസബത്ത് പറയുന്നത് ലൂക്ക 1:60 അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. എഴുത്തുപലക കൊണ്ടുവന്ന് എഴുതി കാണിച്ചു കൊടുക്കുന്നത് 63 ലൂക്ക 1:63 യോഹന്നാൻ എന്ന ആണ് അവൻ്റെ പേര്. അപ്പോൾ ഇതിൽ ആ ബന്ധുക്കൾക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് സ്വീകരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നാം. ചില കാര്യങ്ങളിൽ ഒരു ദൈവഹിതം വരുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നാം. ഇപ്പോൾ ഈശോ പോലും ഗെത്സമൻ തോട്ടത്തിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നത് സ്വീകരിക്കാനൊരു ബുദ്ധിമുട്ട് തോന്നാം ചില കാര്യങ്ങൾ, പേരിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും. അപ്പോൾ അത് ആദ്യമൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അനുഗ്രഹമായി മാറും. ഈശോയ്ക്ക് അത് അനുഗ്രഹമായിട്ട് മാറി. ഈശോ എല്ലാം ഏറ്റെടുത്തത്. അതുപോലെ അബ്രഹാം ഉൽപ്പത്തി പുസ്തകത്തിൽ 22 ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്നത്, ആറ്റുനോറ്റ് കാത്തിരുന്നുണ്ടായ കുഞ്ഞ് അതിന് ബലിയർപ്പിക്കാൻ പറയുമ്പോൾ അബ്രഹാത്തിന് ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പുറമെ കാണിക്കുന്നില്ല. പക്ഷേ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കേണ്ടി വന്നില്ലല്ലോ, പകരം ഒരു ആടിനെയാണ് ബലിയർപ്പിച്ചത്. അതുകൊണ്ട് 22 ഉൽപ്പത്തി 22:14 ആ സ്ഥലത്തിന് യാഹ്വേ ഈരെ എന്ന് പേരിട്ട് എല്ലാം പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം. കർത്താവിൻ്റെ മലയിൽ ഇന്നും അവിടെ നിന്നെല്ലാം പ്രദാനം ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വചനം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവഹിതം സ്വീകരിച്ചവർക്കെല്ലാം ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ഇന്നത്തെ ഈ വചനം ശ്രവിക്കുമ്പോഴും നമ്മളൊരു സ്വർഗീയ ദൂത് നമ്മൾ സ്വീകരിക്കുന്നല്ല. നമുക്ക് വിശുദ്ധരുടെ പേരുകളാണോ? ഇനി മാമോദീസക്കിട്ട പേര് അതെവിടെയോ മറഞ്ഞു കിടക്കുന്ന പേരല്ലേ, അതെന്തിനാ പിന്നെ ഇട്ടത്? മാമോദീസയ്ക്ക് ഇട്ട പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നവരൊന്ന് കരമുയർത്താവോ? പേര്, ആ പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്നവർ, മാമോദീസയ്ക്കിട്ട പേരിൽ ഇപ്പോഴും അതിലറിയപ്പെടുന്നവർ. യഥാർത്ഥത്തിൽ അതിലൂടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ദൈവത്തിന് നന്ദി. അതിലൂടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വളരാനുള്ള ഒരു വിളിയാണത്. മാമോദീസയിൽ നമുക്കൊരു പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ ദത്തുപുത്രരായിട്ട് തിരഞ്ഞെടുത്തു. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ ദത്തുപുത്രരായി തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അതിലെ പേരിടുന്ന കാര്യത്തിൽ യേശുവെന്ന പേരിടണം, യേശുവെന്ന പേരിടണം. ഇതിൽ ഭയങ്കര സ്വർഗത്തിൻ്റെ ഒരു നിർദ്ദേശമാണ്. അപ്പോൾ നമുക്ക്
കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ ഓരോ വ്യക്തിയെയും ദൈവം പേര് ചൊല്ലി വിളിക്കുന്നു. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെ പേരുകൾ പവിത്രമായിരിക്കണം. ഒരു ക്രൈസ്തവ ചൈതന്യമുള്ള പേരുകൾ ഇടണമെന്ന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ 2156, 2158 എന്ന ഖണ്ഡികകളിൽ അത് പറയുന്നുണ്ട്. അതുപോലെ യുകാറ്റ് 202 പാരഗ്രാഫിൽ വിശുദ്ധരോളം നമുക്ക് നല്ല മാതൃകകൾ ഇല്ല, അവരെക്കാൾ മറ്റൊരു സഹായി നമുക്കില്ല. അതുകൊണ്ട് എൻ്റെ പേരൊരു വിശുദ്ധൻ്റെതാണെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിൽ ഒരു സുഹൃത്തുണ്ട് എന്നാണ് അർത്ഥം. എൻ്റെ പേരൊരു വിശുദ്ധൻ്റെ പേരാണെങ്കിൽ, ഒരു ക്രിസ്തീയ ചൈതന്യമുള്ള പേരാണെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് സ്വർഗത്തിലൊരു സുഹൃത്തുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ പല 3 പേരൊക്കെ ഇടാറുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഈ മാമോദിസ പേര് മറച്ചു കളയുന്ന, അതിനൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം, അത് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഇന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം, ഇന്നത്തെ സുവിശേഷ വായന നമ്മുടെ ഉള്ളിലേക്ക് കയറട്ടെ. എത്ര പ്രാധാന്യമാണ് യോഹന്നാൻ എന്ന പേര് ഇടണം എന്നതിന് സ്വർഗം കൊടുക്കുന്ന നിർദ്ദേശം. നമുക്കതുകൊണ്ട് ഈ ഒരു ദൂത് സ്വീകരിക്കാം. ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള കാലയളവിൽ നമ്മളിപ്പോൾ ഈ തമിഴ് ഭാഷയിൽ ചിന്നപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് എന്നാണ് അർത്ഥം, മുത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് എന്നാണ് അർത്ഥം, അരുളപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ എന്നാണ് അർത്ഥം. നമുക്ക് പലർക്കും അറിയില്ല, നമുക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും ഈ പേരുകൾ, പക്ഷേ ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ള പേര്. അരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃപ എന്നൊരു അർത്ഥമുണ്ട്. ഈ ശുശ്രൂഷകൻ്റെ പേര് അരുൾ എന്നാണ്. അപ്പോൾ അരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യോഹന്നാൻ എന്നുള്ള അരുളപ്പൻ അങ്ങനെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ അരുൾ നിറന്തേ മരികെ വാഴുക, അത് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുന്ന ആ കൃപ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, പേരിൻ്റെ അർത്ഥം കൃപ. നമ്മൾ ഒരു അർത്ഥമില്ലാത്ത പേരുകളിടുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം. ദൈവത്തിൻ്റേതാകാൻ നമുക്ക് ഇഷ്ടമാണെങ്കിലും നമ്മളങ്ങ് മുഴുവനായിട്ടൊന്നും കൊടുക്കുന്നില്ലല്ലോ. ഒരു പേര് പോലും നമ്മൾ കൊടുക്കുന്നില്ല. എൻ്റെ പേര് ദൈവത്തിൻ്റെ പേരായിരിക്കട്ടെ, എൻ്റെ പേര് ക്രിസ്തീയ ചൈതന്യമുള്ള പേരായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്നിട്ട് ഞാൻ സമർപ്പിക്കുന്നു എല്ലാം തരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പേര് പോലും കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആറ്റുനോറ്റ് കാത്തിരുന്ന കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കർത്താവെ ഞാൻ ഇന്നതിട്ടേക്കാം, ഇന്ന പേരിട്ടേക്കാം, കർത്താവിന് ഇഷ്ടപ്പെട്ട് വളർത്തിയേക്കാം, പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ മറന്നു പോകും, ഒന്നും ഇടൂല. കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ മറന്നു. അതുകൊണ്ടാണ് ഇവർ മറന്നില്ല. ഇവർ വാർദ്ധക്യത്തിൽ അപമാനം നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലൂക്കായുടെ 1-25 വാക്യത്തിൽ സമൂഹത്തിൽ അവർക്ക് അപമാനമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളില്ല. അപ്പോൾ എലിസബത്തിനും സക്കറിയായ്ക്ക് കുഞ്ഞുങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോഴും അവരത് മറന്നില്ല. കർത്താവ് ഞങ്ങളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നർത്ഥമുള്ള യോഹന്നാൻ എന്ന പേരിട്ടു. കർത്താവ് ചൊരിയുന്ന കരുണ മറക്കാതിരിക്കാം. നമുക്ക് ഈ പരിശുദ്ധ ബലിയിലൂടെ കർത്താവിൻ്റെ കാരുണ്യം സ്വീകരിക്കാം, നല്ല തീരുമാനങ്ങൾ എടുക്കാം, ക്രിസ്മസ് സമ്മാനം ചോദിക്കാം. ദൈവം ഈ 3 ദിവസം നമ്മളെ വളരെ ഉന്നതമായ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ, തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്നു നാളം തെളിഞ്ഞിടുവാൻ.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദിവ്യാരാധനയ്ക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ആരംഭം കുറിച്ച ഈ കാഴ്ചദ്രവ്യം അങ്ങുമായുള്ള ഞങ്ങളുടെ സമ്പൂർണ്ണ അനുരഞ്ജനമായി തീരട്ടെ. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സോടെ ഞങ്ങളുടെ രക്ഷകൻ്റെ ആഗമനം ആഘോഷിക്കാൻ ഞങ്ങൾക്കിടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകമാതാവ് അവാജ്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ
ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന
ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയദാനത്താൽ അങ്ങ് സമ്പുഷ്ടരാക്കിയ ഞങ്ങൾക്ക് അങ്ങ് സമാധാനം ദയാപൂർവം നൽകണമേ. അങ്ങനെ അങ്ങ് വത്സലസുതനാഗതനാകുമ്പോൾ കത്തിച്ച വിളക്കുകളുമായി അവിടുത്തെ എതിരേൽക്കുവാൻ ഞങ്ങൾ അർഹരാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് തൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിങ്ങളിപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്മസ് സമ്മാനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.